Sheetal, Joseph, welcome to my Showmakers. Thank you. നീ കൂടി എന്തൊക്കെയാണ് എടുത്ത് ഒളിപ്പിക്കേണ്ടത് നന്നായിട്ട് എനിക്കറിയാം. വലിയ ആവേശം വേണ്ട. അപ്പൊ ഞാൻ ഓഡിഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്റെ ഓഡിഷൻ പാളിപ്പോയി. അപ്പൊ എനിക്ക് വിഷമവും ഫ്രസ്ട്രേഷൻ ഒക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു പുള്ളിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്ത് ഓഡിഷൻ അത്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഓഡിഷൻ ഒക്കെ വെക്കണ്ടേ? അതെ, ഡയറക്ടർ ആയിരുന്നു. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു. വളയിലായിരുന്നു. Brand in cinema who knows all your secrets and can destroy your image in one interview. അവരുടെ പേര് കേൾക്കുമ്പോഴേ ഫസ്റ്റ് ശീതളിന്റെ മനസ്സിൽ വരുന്ന ഇൻസിഡന്റ് പറഞ്ഞാൽ ലുക്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ ചേട്ടൻ, തഗ് ഒബ്വിയസ്ലി. ഫസ്റ്റ് സെലിബ്രിറ്റി who replied to your DM. മെസ്സി. Okay. ചേട്ടൻ കമന്റ് ബോക്സ് മെസ്സിന്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ സീനോ. Inji, my meal partner. Hello and welcome to My Showmakers presents Talk of the Town. This is Alin Shah and ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2024 ബിഗ് സ്ക്രീനിലോട്ട് കടന്നു വരികയും കഴിഞ്ഞ 2 വർഷങ്ങളിൽ പല കഥാപാത്രങ്ങളിലൂടെ നമ്മളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ഇപ്പോൾ ലേറ്റസ്റ്റ്ലി പ്രകമ്പനം എന്ന മൂവിയിലൂടെ നമ്മളെല്ലാവരെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട്രസ് ആണ് ഷീതൾ ജോസഫ്. വെൽക്കം ടു മൈ ഷോമേക്കേഴ്സ്. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? ഏറ്റവും പുതിയ വിശേഷം പ്രകമ്പനമാണ് വിശേഷം. വളരെ ത്രൂ ഔട്ട് ഉള്ളൊരു റോളാണ്. നമ്മുടെ സാഗറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, സോ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഗ്രേറ്റ്ഫുൾ. സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഞാൻ പോരാട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവര് 3 പേരാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. സാഗർ ആയാലും അമീനായാലും ഗണപതി ആയാലും ഇവര് 3 പേര് ഹൈലൈറ്റ് ആകുമ്പോൾ അവരുടെ കൂടെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് പരിഗണന കിട്ടുന്ന വിചാരിച്ചു. കിട്ടിയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയില്ല. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാ ഓഡിയൻസും അത് സപ്പോർട്ട് ചെയ്യും. വീണ്ടും വീണ്ടും അതിനനുസരിച്ചുള്ള കോൾ ബാക്സ് ഒക്കെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നമ്മള് എനിക്കൊന്ന് ഫസ്റ്റ് പടം നമ്മുടെ ഗോളം അതായിരുന്നു ബിഗ് സ്ക്രീനിലെ ഫസ്റ്റ് പടം. ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു നേരത്തെ? ഉണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തു നമ്മൾ? എനിക്കറിയാം, നമ്മൾ വെബ് സീരീസും ഷോർട്ട് ഫിലിംസും അങ്ങനെ കുറെ പരിപാടികൾ നേരത്തെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണ് ശരിക്കും മൈൻഡിൽ സിനിമ എന്ന് പറഞ്ഞൊരു സ്വപ്നം വരുന്നത്? എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിലെ സ്റ്റേജില് മറ്റേ നമ്മള് കോസ്റ്റ്യൂം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വരുന്നത് ചാന്തുപൊട്ടായിട്ടാണ്. എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായിരുന്നു. എന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. മമ്മി ഒരു ഡാൻസറാണ്. അപ്പം അങ്ങനെ ചില കഴിവുകൾ കിട്ടിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തൊക്കെയാ ഇപ്പം ഒബ്വിയസ്ലി എനിക്ക് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെടാ. പിന്നെ പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഭാഗത്തേക്ക് പോയില്ല. അതുകൊണ്ട് ഇതിലേക്ക് പിന്നെ വേറൊന്നും തോന്നലാണ്. പഠിപ്പുമായി ഞാൻ അത്ര വലിയൊരു ചേർച്ചലല്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ട് പോകും. ഓക്കെ, ഈ സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ കോളേജ് ഡേയ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? ഇപ്പൊ പഠിച്ച വലിയ ഓർമ്മ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ യൂത്ത് ഫെസ്റ്റിവൽസ് അല്ലാന്നുണ്ടെങ്കിൽ കോളേജ് ഡേ അല്ലെങ്കിൽ സ്കൂൾ ആനുവൽ ഡേ, അവിടെയൊക്കെ നമ്മുടെ ഒരു പ്രസൻസ് എങ്ങനെയായിരുന്നു? PT മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പേസ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് കിട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ 50-ൽ 3 മാർക്കാണെങ്കിൽ കിട്ടുമെങ്കിൽ ഞാൻ 3-ന്റെ അപ്പുറത്ത് 4 കൊണ്ടേ എഴുതും. അപ്പൊ 34 ആവും. അങ്ങനെയാണ് ഞാൻ മിക്കതും വീട്ടിൽ എക്സ്കേപ്പ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മ ടീച്ചറായിരുന്നു. അപ്പം മമ്മി ഈ എന്റെ സ്കൂളിലും ടീച്ചർമാരും മമ്മിയുടെ സ്കൂളിലെ ടീച്ചർമാരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നത് അന്ന് ബോധം പോയില്ല. അങ്ങനെ പഠിച്ചു. അങ്ങനെ PT മീറ്റിംഗിന് വരുമ്പം എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, പഠിപ്പൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഇവള് A+ ആണ്, പക്ഷെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് പഠിപ്പല്ലാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടണം എന്നുള്ളത്. അങ്ങനെയാണ്. പിന്നെ 10th-ലാണ് എന്റെ ഫസ്റ്റ് ഓഡിഷൻ ഞാൻ കൊടുക്കുന്നത്. അതും സ്കൂളില് ഒരു മൂവിന്റെ ടീം വന്നിട്ട് ചെയ്തപ്പം അതാണ് എന്റെ ഫസ്റ്റ് ഓഡിഷൻ. 10ാം ക്ലാസ് മുതൽ ഇതിന്റെ പിന്നാലെ ഉണ്ട്. അപ്പോ നമ്മള് അന്നോട്ടേ നമ്മള് സ്വപ്നം കണ്ടു, ഇപ്പൊ അതേ സ്വപ്നം കണ്ടൊരു ഫീൽഡിൽ നിൽക്കുന്നു. ഈ ഫസ്റ്റ് നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര മൊമെന്റ് തന്നെയല്ലേ? അതൊന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ എന്റെ ഫുൾ ഫിഗർ, എന്റെ ഫുൾ ഞാൻ ആസ്വദിച്ചോണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി ഗോൾ ഇറങ്ങിയ സമയത്ത്
ഞാൻ കരഞ്ഞുപോയി. ബിക്കോസ് ഞാൻ എന്നെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ ആ പടത്തില് എവിടൊക്കെ ഞാനുണ്ടോ അവിടൊക്കെ നോക്കി ഇരിക്കുക. അത് മാത്രം. സിനിമ കണ്ടിട്ടേ ഇല്ല. സിനിമ കാണാൻ വേണ്ടി മാത്രം ഞാൻ രണ്ടാമത് പോയിട്ട് തിയേറ്ററിൽ പോയി. ബിക്കോസ് ആദ്യം നമ്മള് മുഖം ഇങ്ങനെ ഇത്രയും ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മറ്റേ സലിംകുമാറിന്റെ മറ്റേ മീമില്ലേ അതുപോലെ ആയിരിക്കും ഉണ്ടാവും. ബട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. നമ്മള് കൊറേ ഇതിനു വേണ്ടി പിന്നാലെ നടന്ന് അവസാനം ഇത്രയും ഒരു ഓഡിയൻസിന്റെ കൂടെ ബിഗ് സ്ക്രീനിൽ നമ്മുടെ മുഖം കാണുമ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. പിന്നെ പാരന്റ്സിന്റെ ഒരു ആ സമയത്ത് ഒരു റെസ്പോൺസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വീട്ടില് തുടക്കത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബിക്കോസ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരും സിനിമാപരമായിട്ട് എല്ലാം പഠിക്കുന്നവരെ ബുദ്ധിജീവികളാണ് ഞാൻ ഒഴിച്ച്, എന്റെ അനിയൻ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ വീട്ടില് സിനിമ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായി പറഞ്ഞാൽ കേൾക്കാൻ പോണില്ല എന്നുള്ളത്. പിന്നെ അവര് ഇപ്പം നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ ബിഗ് സ്ക്രീൻ ആണ്. അപ്പൊ അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ പടം കണ്ടപ്പം അവർക്കും ഹാപ്പി ആയി. പിന്നെ ഓക്കെയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കൊച്ചി ഹോളിഡേ ഇൻലെ കൈറ എന്ന് പറയുന്ന അവരിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഒരു റെസ്റ്റോ കഫേയിലാണ്, റെസ്റ്റോ ബാറിലാണ്. സോ അവര് എന്തായാലും കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചു. നമുക്ക് ഇവിടെ നിങ്ങൾ തുടങ്ങിയാലോ? ഉറപ്പായിട്ടും. ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യായിരുന്നു. മൈസൂൺ മേക്കേഴ്സ് ആൻഡ് പ്രകമ്പനം. പൊട്ടിക്കല്ലേ. ഓക്കെ. വാട്ടർമെലൻ തോന്നുന്നല്ലേ? യെസ്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് നമ്മുടെ സെഗ്മെന്റിലോട്ട് അങ്ങ് പോയാലോ? ഉറപ്പായിട്ടും. എന്ന് പറയുന്നു. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടി. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? എനിക്കോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. സംഭവം എന്താ അറിയോ, ആരാണ് കയറി പോകാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ കയ്യിലാണ്. ടെൻഷൻ ഉണ്ടോ? ഏയ് നമ്മളങ്ങനെ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. കേൾക്കുമ്പോൾ മനസ്സിലാവും അവരുടെ നിലവാരം മനസ്സിലാവും. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ഫണ്ണി റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ റൗണ്ടിലോട്ട് കൊണ്ടുപോവാണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ, വെരി ക്ലിഷേ ക്വസ്റ്റ്യൻ. സിനിമ ക്രഷ് ബിഫോർ കമ്മിങ് ഇൻ ടു മൂവീസ് ആൻഡ് ആ ആളെ താങ്കൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, യെസ് ഓർ നോ? ആളുടെ പേരും പറയാം. വിജയ്. വിജയ്. അതെന്താ ഇവിടെ ഒന്നും പോകണ്ട നേരെ നമ്മൾ തമിഴ്നാട്ടിൽ പോയാ? അല്ല, എനിക്ക് വിജയന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ എന്റെ മറ്റേ ഇതും നമുക്ക് എന്ത് എവിടെ പണി വരുമെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള പരിപാടി കേട്ടോ. അല്ലല്ല, സത്യം. എനിക്ക് തുള്ളാതെ മനവും തുള്ളും ഒക്കെ ആ മൂവീസ് ഒക്കെ കണ്ട്, ഖുഷിയൊക്കെ കണ്ട്, സച്ചിനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫാൻ ഗേൾ ആണ്. സോ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയില്ലല്ലേ? കുഴപ്പമില്ല, ഇനിയുണ്ട്. ഓക്കെ. സോ കറന്റ് ലവ് ലൈഫ് സ്റ്റാറ്റസ്, സിംഗിൾ, കമ്മിറ്റഡ്, കോംപ്ലിക്കേറ്റഡ്, മൈ കരിയർ ഈസ് മൈ ബോയ് ഫ്രണ്ട്. മൈ കരിയർ ഈസ് മൈ ബോയ് ഫ്രണ്ട്. ഞാൻ തന്നെ സേഫ് സോണിലാക്കിയതാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതാണ് ഇപ്പൊ കറന്റ്ലി. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ സിംഗിൾ ആണോ? അതെ. ഒരു വട്ടം ഞാൻ ഒരു പ്രൊമോഷന് പോയപ്പോ ഞാൻ സിംഗിൾ ആണെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ വന്നായിരുന്നു. അത് ആക്ച്വലി അവിടുത്തെ കോളേജ് പിള്ളേർ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞതാ. പക്ഷെ വീഡിയോ വന്നപ്പോ ഞാൻ വെറുതെ ചുമ്മാ സ്റ്റേജിൽ കയറിട്ട് ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞ മാതിരിയായി. അത് ഞാൻ അങ്ങനെ അന്ന് ഒരു വട്ടം എയറിൽ പോയായിരുന്നു. അപ്പൊ ഇതിപ്പോ പുള്ളി ചോദിച്ചോണ്ട് ഞാൻ പറയാണ്. നമ്മൾ വേറെ കട്ടിംഗ് പരിപാടി ഒന്നും നമ്മൾ ആദ്യം തൊട്ടിടും. ക്വസ്റ്റ്യൻ നമ്മൾ ഇടും കേട്ടോ. കേസ് നമ്മളിടും. ഓക്കെ. സോ ഫസ്റ്റ് സെലിബ്രിറ്റി ഹൂ റിപ്ലൈഡ് ടു യുവർ DM and did you screenshot it? ഉണ്ട്. ഞാൻ പണ്ട് PR മാനേജിങ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ മെസ്സേജ് അയക്കണല്ലോ. അപ്പൊ ഞാൻ ബേസിൽ ജോസഫിന് അന്ന് ഞാൻ സാർ വുഡ് യു ലൈക്ക് ടു കം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി എനിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു. അത് കമ്പനീന്റെ ബാനറിലാണ് മെസ്സേജ് അയച്ചത്. പക്ഷെ എന്നാലും നമുക്ക് റിപ്ലൈ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ പ്രൊഫൈലാണോ അതോ കമ്പനി പ്രൊഫൈലാണോ? എന്റെ പ്രൊഫൈലാണ്, പക്ഷെ കമ്പനിയുടെ പേരിലാണ് നമ്മൾ മെസ്സേജ് അയച്ചത്. എന്നാലും നമ്മൾ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സെലിബ്രിറ്റി ഉണ്ടാവുമല്ലോ. അതെനിക്ക് ജന്മത്തിൽ കിട്ടാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മെസ്സി. ഞാൻ 2021 മുതൽ പുള്ളിക്ക് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എന്റെ കമന്റ് ബോക്സ് മെസ്സിന്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ സീനാവും. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നിർത്താണ്ട് അസിന് മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട്. റിപ്ലൈ തന്നില്ലേ? റിപ്ലൈ തരുന്നുണ്ടോ? എന്താ അറിയത്തില്ല. 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ് എങ്കിലും തരും കേട്ടോ. പണ്ട് മറ്റേ ഐ സിനിമയില് ഈ വിക്രം എമ്മി ജാക്സന്റെ പുള്ളിക്കാരത്തിന്റെ ഫോട്ടോ വെച്ചേക്കണ പോലെ അതാണ് എന്റെ റൂം, അസിന്റെ ഫോട്ടോ വെച്ചിട്ട്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വൺ സീക്രട്ട് ടാലന്റ് ദാറ്റ് നോബഡി നോസ് ഇൻ ദി ഇൻഡസ്ട്രി അബൌട്ട് യു. ഞാൻ നന്നായി ഫുഡ് ഉണ്ടാക്കും. ഉറപ്പായിട്ടും നല്ല കുക്കാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഡിഷ് ഏതാ? അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡിഷ് ഏതാ? പൊതുവെ എന്റെ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ്. നോൺ വെജ് ഈസ് ഓൾവേസ് മൈ തിങ്. ബട്ടർ ചിക്കൻ. അടിപൊളി. ഓക്കെ. സോ അപ്പൊ സിനിമ ഇല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാട്ടോ. നല്ല സ്ഥലത്തായിരുന്നു പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട് ഇൻ സിനിമ ഹു നോസ് ഓൾ യുവർ സീക്രറ്റ്സ് ആൻഡ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ഇമേജ് ഇൻ വൺ ഇന്റർവ്യൂ. ആരാണ് അയാൾ? അമീൻ.
അമീനാണ്. അമീൻ. ഓക്കെ, നിങ്ങള് ഭയങ്കര അതെ, chill ഞങ്ങൾ buddy. ഭയങ്കര ചിൽബട്ടിയാണ്. ഓക്കെ, അപ്പൊ പുള്ളി വിചാരിച്ച താങ്കളുടെ ഇമേജ് തകർക്കാം. ഉറപ്പായിട്ടും. പക്ഷെ അവൻ എന്റെ നല്ലൊരു കൂട്ടുകാരനായതുകൊണ്ട് തന്നെ അങ്ങനെ തകർക്കില്ല എന്നാണ് ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം. വിശ്വാസം. ഓക്കെ, ശരി. സോ മോസ്റ്റ് എംബാരസിംഗ് മിസ്റ്റേക്ക് യു ഹാവ് ഡൺ ഓൺ എ ഫിലിം സെറ്റ്? ഫിലിം സെറ്റിൽ അങ്ങനെ എംബാരസിംഗ് ആയിട്ടുള്ളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഗുഡ് ഗേൾ ബുക്സ് കൊടുക്കാറുണ്ട്. ആ. അങ്ങനെ അലമ്പൊന്നും ചെയ്യാറില്ല. പക്ഷെ ഓഡിഷന് പോകുന്ന സമയത്ത് പണ്ട് ഇതുപോലെ ആ. എംബാരസിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഈ എനിക്ക് ഇപ്പഴല്ല, പണ്ട് ആ, ആ, ആ. ഇങ്ങനെ ഡയറക്ടേഴ്സിന്റെ പേരൊക്കെ കുറച്ച് തലയിൽ ഓർത്തിരിക്കാൻ ആ. ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഓഡിഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്റെ ഓഡിഷൻ പാളിപ്പോയി കഴിയുന്നു. ഓക്കെ. ഭയങ്കര കൊളായി പോയി ആ, കഴിയുന്നത്. അപ്പൊ ആ. എനിക്ക് വിഷമവും ഫ്രസ്ട്രേഷൻ ഒക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു പുള്ളിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്ത് ഓഡിഷൻ അത്? അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഓഡിഷൻ ഒക്കെ വെക്കണ്ടേ? അത് director അതെ, ആയിരുന്നു. ഡയറക്ടർ ആയിരുന്നു. അത് ആരായിരുന്നു? ഓക്കെ, പറയില്ല നമ്മള്. ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു. അഭിനയിച്ചോ? ഇത്രയും ചോദിച്ചിട്ടോ? വളയിലായിരുന്നു മുഹസിൻ. സീരിയസ്ലി? അതുകൊണ്ട് പുള്ളിനെ ഓർത്തിരുന്നു. അല്ല, ശരിക്കും പറഞ്ഞല്ലേ, നമ്മള് എല്ലാരും വരുന്ന പോലെ വന്നു പോയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ഒരു സിഗ്നേച്ചർ ഇത് അവശേഷിപ്പിച്ചിട്ടുണ്ട്. സിഗ്നേച്ചർ അവസരം, ഇത് മണ്ടത്തരം, പ്യുവർ മണ്ടത്തരം. അത് വൻ മടന്നരായി പോട്ടോ. ഓക്കെ, ഫൈൻ. സോ ഇഫ് എ ഡയറക്ടർ സേസ് cry in 5 seconds. സോറി, എന്തായിരുന്നു? Cry in 5 seconds. Okay. Okay, you have to cry in 5 seconds. Okay. Okay. So what will you think? Your heartbreak or unpaid salary? മൈ ഹാർട്ട് ബ്രേക്ക് മേ ബി. എനിക്ക് അവിടെ നിന്ന് കുറെ ക്വസ്റ്റ്യൻ കിട്ടി. എന്റെ ഇതിന്നൊക്കെ ഞാൻ പോയി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫോറൈൻ ഫ്രണ്ട് ഇൻ സിനിമ. ഏത് രാത്രി വിളിച്ചിട്ടും നമുക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാനൊക്കെ പറ്റുന്ന ഒരു സുഹൃത്ത് സിനിമയിൽ നിന്ന്? അനു ശബരി ഒക്കെ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, കരിക്കിലുള്ള ആ, ആ. അനു ശബരി ഒക്കെ എന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരാ. ആ. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എനിക്ക് ഹെൽപ്പ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഓക്കെ, നമ്മള് കരിക്ക് അലമ്പൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലമെന്റ്സ് ആണ് എന്റെ ഫസ്റ്റ് വെബ് ഫസ്റ്റ് വെബ് സീരീസ്. ആ ഒരു കാലഘട്ടത്തിനെ പറ്റി പറയൂ. എങ്ങനെയായിരുന്നു? എങ്ങനെ അവർക്ക് എവിടെ നിന്നാ താങ്കളെ കിട്ടിയത്? ആ. അതും ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് വരുന്നത്. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തു ആ. കൊച്ചിയിൽ. അതിനുശേഷം ആ. ആ ജോലി റിസൈൻ ചെയ്തിട്ട് PR മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ PR മാനേജിങ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ലക്ഷ്യം ആൾക്കാരെ കൊണ്ടുവരുന്നതാണെങ്കിലും എന്റെ ലക്ഷ്യം കോണ്ടാക്ട് ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇവന്റിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് താഹേനെയും സെബാസ്റ്റ്യനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. പിന്നെ ഫർദർ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അവരായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്. ആ. യെസ്, ഓഫ് കോഴ്സ്, നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ വെബ് സീരീസ് ബെൻ എന്ന് പറഞ്ഞിട്ട് അലമൻസിന്റെ കൂടെ ചെയ്യുന്നത്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു റീച്ച് അവരുടെ കൂടെ പോയി. ബിക്കോസ് ആ സമയത്ത് ആണെങ്കിൽ ഇപ്പോഴാണെങ്കിലും അവർക്ക് ഭയങ്കര ഫാൻ ബേസ്, പെർട്ടിക്കുലർ ഫാൻ ബേസ് അവർക്കുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എനിക്കതൊരു ഓപ്പണിംഗ് ആണ്. അങ്ങനെയാണ് അത് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് താങ്കളുമായിട്ട് Okay. ബന്ധപ്പെട്ട, ഓക്കെ, താങ്കളോട് അഭിനയിച്ചതും താങ്കളുമായിട്ട് റിലേറ്റ് ചെയ്തതുമായിട്ടുള്ള ചില ആൾക്കാരുടെ ആ. പേര് ഞാൻ പറയും. ഉം. സോ അവരുടെ പേര് കേൾക്കുമ്പോഴേ ഫസ്റ്റ് ശീതളിന്റെ മനസ്സിൽ വരുന്ന ഇൻസിഡന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ആലോചിച്ചിട്ട് പറയാലോ അല്ലെ? ആ, പിന്നെ നമുക്ക് ആലോചിക്കാം. അതുപോലെ നമുക്ക് കട്ടൊക്കെ ചെയ്ത് കളയാം. ഓക്കെ. അങ്ങനെ പ്രശ്നമേ ഇല്ല, ആലോചിച്ചോ. ഓക്കെ, ലുക്മാൻ. ഫുഡ്. ഫുഡാണ് ഫസ്റ്റ് വരുന്നത്. അതെ, ഒരു ഫുഡുമായിട്ട് പെർട്ടിക്കുലർലി അങ്ങനെ ഫുഡുമായിട്ടല്ല. ആ. ഹീസ് എ ഫുഡി. ഭയങ്കരമായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ലുക്മാൻ. അപ്പം നമ്മള് ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് ലൊക്കേഷൻ കോഴിക്കോട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കോഴിക്കോട് ഫുഡ് ഭയങ്കര ഹാപ്പി ആയി. അപ്പം പക്ഷെ കോഴിക്കോട് നിന്ന് മാറി മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. 1 hour ട്രാവൽ ഉണ്ട്. അപ്പം ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോയി ഫുഡൊക്കെ കഴിക്കും. സോ ലുക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഫുഡാണ്. അത് വെറുതെ ഫുഡ് എന്നല്ല, ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുള്ളൂ. ഓക്കെ, ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ചേട്ടൻ തഗ്, ഒബ്വിയസ്ലി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോമ്പിനേഷൻ സീൻ ഇല്ല. പക്ഷെ പ്രൊമോഷന്റെ ഇടയില് പുള്ളി ഞാൻ അങ്ങനെ കണ്ടു പരിചയമുള്ള ഒരു പരിചയമുള്ളൂ. തഗ്, ഒബ്വിയസ്ലി തഗ്. ഓക്കെ, കൂൾ. രഞ്ജിത്ത് സജീവ്. ഹാർഡ് വർക്കിംഗ്, ജിം, വർക്ക്ഔട്ട്. ഓക്കെ, അതെ. ഓക്കെ, ഓക്കെ, ഫൈൻ. ഭയങ്കര സീരിയസ് രഞ്ജിത്ത് സജീവിന്റെ പേര് പറഞ്ഞു. അല്ല, രഞ്ജിത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ കുറെ ആലോചിക്കണം. ഞങ്ങൾ എപ്പോഴും കളിയാക്കും. ഞങ്ങള് ഷൂട്ടിംഗ് ലൊക്കേഷനില് അവന്റെ ബർത്ത്ഡേ വന്ന സമയത്ത് നമ്മൾ കേക്കൊക്കെ മുറിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അവൻ 10 മണിയാകുമ്പോഴേക്കും പോയി കിടന്നുറങ്ങി. സോ ഹീസ് എ ജിം റാറ്റ്. അവന് വർക്ക്ഔട്ട്, ഫുഡ് കൺട്രോൾ, ആ റൂട്ടീനുള്ള ഒരാളാ. നമ്മള് എല്ലാവരും അലമ്പ് കാണിച്ചാലും പുള്ളി 10 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങും. പിന്നെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണല്ലോ. ഓക്കെ, സാഗസൂര്യ. സാഗസൂര്യ വെരി കംഫർട്ടബിൾ, ഹാർഡ് വർക്കിംഗ്. സാഗറിനെ പറ്റി കുറെ പറയാനുണ്ട്. ഹാർഡ് വർക്കിംഗ്. വേണ്ട വേണ്ട, വേണ്ട, അവൻ പോക്കി പോവും. അവനൊക്കെ അങ്ങനെ പൊക്കണ്ട. വെരി കംഫർട്ടബിൾ, വെരി ഫ്രണ്ട്ലി, വെരി ഹാർഡ് വർക്കിംഗ്. പിന്നെ സ്വന്തം നാട്ടുകാരനാണ്. ഓക്കെ, ശരി. മല്ലിക ചേച്ചി, മല്ലിക സുമാരൻ, മല്ലികമ്മ. റെസ്പെക്ട്, ഒബ്വിയസ്ലി. പിന്നെ എനിക്കും ഈ പറഞ്ഞ മാതിരി കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല.
സോ ആരാധനയാണ്. പിന്നെ ഈ പൃഥ്വിരാജിന് ഇഷ്ടമാണ്, പൃഥ്വിരാജിന്റെ അമ്മയാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു റെസ്പെക്ട് ആണ് ഉള്ള പുള്ളി. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നൺ അതർ ദാൻ സന്തോഷ് വർക്കി, നമ്മുടെ സ്വന്തം ആറട്ടണ്ണൻ. ഇത് ആറട്ടണ്ണന്റെ കൂടെ പാവം അഭിനയിച്ചിട്ടില്ല, ആര് അഭിനയിച്ചിട്ടൊന്നുമില്ല അല്ല ആരും, ഞാനല്ല. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ പോസ്റ്റൊക്കെ ഇടാറുണ്ട് ആറട്ടണ്ണൻ താങ്കളെ പറ്റിയിട്ട്. പാവം മനുഷ്യനെ ബ്ലോക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ആക്ച്വലി ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. മേ ബി എന്റെ നമ്പർ മാറേണ്ട ആയിരിക്കാം. ബ്ലോക്ക് ചെയ്തിട്ടില്ല. പുള്ളി വിളിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ആദ്യം നമ്പർ അറിയണ്ടായിരുന്നില്ല. പുള്ളി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം ഞാൻ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ വലിയ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. ഞാൻ അതിന് എൻഗേജ്മെന്റ് കൊടുത്തിട്ടില്ല. ഈസ് ഒരു സിനിമ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആൾക്കൊരു അനിയത്തിയുടെ പോലെയാണ്. ആള് പറഞ്ഞല്ലോ. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻസിഡന്റോ? ഈ ആളുടെ പേര് പറയുമ്പോ മനസ്സിൽ വരുന്ന ഇൻസിഡന്റ് അനിയത്തി. ആൾക്ക് ഞാനൊരു അനിയത്തി പോലെ ആള് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? ഐ മീൻ ആറാട്ടണ്ണന് ഞാനൊരു അനിയത്തിയുടെ പോലെയാണ്. അപ്പൊ ആളെ പറ്റി പറയുമ്പോ എനിക്കൊരു ചേട്ടൻ പാസമാണ് വരുന്നത്. കിട്ടിയില്ലടാ, കിട്ടിയില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഈ സെഗ്മെന്റിന്റെ പേര് ദിസ് ഓർ ദാറ്റ്. ഓക്കെ, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയും, അതിൽ ഏതാണ് താങ്കൾ പ്രിഫർ ചെയ്യുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ ഒരു രീതിയിൽ ഇതുവരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഞാൻ ശ്രമിച്ചു ബുദ്ധിമുട്ടിപ്പിക്കാൻ, പക്ഷെ താങ്കൾ ബുദ്ധിമുട്ടില്ല. അതിവിദഗ്ധമായി മറികടന്നു. അതെ, ഓക്കെ. സോ ദിസ് ഓർ ദാറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫെയിം ഓർ ഫ്രീഡം? ഫ്രീഡം. നമുക്ക് ഫെയിം വരുമ്പോ കുറച്ച് ഫ്രീഡം പോവില്ലേ? എന്ത് ഫ്രീഡം പോകുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാരും പോലെ എന്താ പറയാ, വിത്തൗട്ട് ഒരു ലൈക് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല ഫെയിം ഒക്കെ വരുമ്പോൾ പുറത്തേക്ക് നടക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിൽ ആ ഫെയിം വരുമ്പോ പൈസ വരുമോ? പൈസ വരായിരിക്കുമല്ലോ. വരുമല്ലോ, ഫെയിം ആവും. അപ്പൊ പിന്നെ ഞാൻ ട്രാവൽ ഒക്കെ ചെയ്ത് ന്യൂയോർക്കിലൊക്കെ പോയി. ഓക്കെ ശരി. സ്ക്രിപ്റ്റ് ഓർ ഡയറക്ടർ, ആരെയാ കൂടുതൽ ആശ്രയിക്കുക? സ്ക്രിപ്റ്റ്. ഒരു പടം വരിക, അപ്പൊ സ്ക്രിപ്റ്റിനാണോ ഡയറക്ടറിനാണോ ആദ്യത്തെ നമ്മുടെ? ഇത് വളരെ ട്രിക്കിയുള്ള ചോദ്യമാണ്. അല്ല, ഫസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് അല്ലേ നോക്കാം? ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ് നോക്കുക. പക്ഷെ സിനിമയാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് വല്ല മണിരത്നം പോലത്തെ ഒക്കെ ഡയറക്ടർ വന്ന് നമുക്കൊരു വരട്ടെ ടച്ച് വുഡ് അങ്ങനൊക്കെ വന്നു കഴിയുമ്പോ ഒരു പക്ഷെ ഞാൻ ചിലപ്പോ സ്ക്രിപ്റ്റ് നോക്കണമെന്നില്ല. ആ സിനിമയുടെ പ്രൊമോഷൻ എനിക്ക് തരാം. പോയി ഞാൻ എന്തായാലും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, OTT or theater? Theater, for sure. Okay, morning shoot or night shoot? Both. Popular. ഈ നമുക്ക് രാത്രിയിലൊക്കെ ഒത്തിരി ഓവർ നൈറ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഷൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെറ്റ്, ലൊക്കേഷൻ, പീപ്പിൾ. എനിക്ക് രാത്രി ഇഷ്ടമാണ്, രാവിലെ ഇഷ്ടമാണ്. പക്ഷെ ആൾക്കാർ നമ്മുടെ ആ സെറ്റിന് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. ഫൈൻ. എന്താ ഇതൊരു ആൺകുട്ടിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഓക്കെ, ഞാനത് തിരിക്കാം. ഓക്കെ, തിരിക്കരുത് പ്ലീസ്, തിരിക്കരുത്. ഞാൻ നോക്കട്ടെ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബിയർഡ് ലുക്ക് ഓർ ക്ലീൻ ഷേവ്? അത് ഇഷ്ടപ്പെടുന്ന ആൺകുട്ടിക്കുള്ള ബിയർഡ് ലുക്ക് ആണോ ക്ലീൻ ഷേവ് ആണോ? അങ്ങനെ ആക്കാൻ നോക്കാം. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കേട്ടില്ല. ബിയർഡ് ലുക്ക് ആണോ ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരാളാണ്? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ആണ്, ഒരു രീതിയിലും പിടിതരുന്നില്ല. ഓക്കെ ശരി. റിയലിസ്റ്റിക് റോൾസ് ഓർ മാസ് റോൾസ്? രണ്ടും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്ടം. ഓക്കെ, മലയാളത്തിൽ അതിന് വലിയ സ്കോപ്പ് ഉണ്ട്. അതെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. മനസ്സിലായില്ലേ? സീരിയസ് മൂവീസ് ഓർ ഫൺ സിനിമ? ഫൺ സിനിമ. കാണാൻ ഇഷ്ടം. കാണാൻ ഫൺ തന്നെ. ഓക്കെ ശരി. ഫെയിം സ്കെയർസ് യു? യെസ് ഓർ നോ? നോ, ഇല്ല. നെവർ. എൻജോയ് ചെയ്യുന്നുണ്ടോ നമ്മൾ? എൻജോയ് ചെയ്യും. ബിക്കോസ് ഞാൻ ചെയ്ത വർക്ക് ആൾക്കാർ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അതൊരു ത്രില്ലാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഫോളോ അപ്പ് ചോദ്യം, ഈ താങ്കളെ ആൾക്കാർ മനസ്സിലാക്കി എന്നറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഒരു ഇറ്റ്സ് നോട്ട് എ ബിഗ് സ്മോൾ ഡീൽ, മനസ്സിലായി? അതായത് ഇപ്പോ ഞാൻ ആക്ട്രസ് ആണ്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു അഭിനയം, അല്ലാന്നുണ്ടെങ്കിൽ മൂവീസ്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ്, അല്ലെങ്കിൽ വെബ് സീരീസ്, എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ, അത് കണ്ടിട്ട് ആദ്യം താങ്കളെ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിച്ചൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? ഒബ്വിയസ്ലി നമ്മൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ ഒരു മൊമെന്റ് ഉണ്ടായിണ്ടാവും, വേറെ നമ്മളൊരു വർക്ക് ഭയങ്കര ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പേർപ്പസ്ഫുള്ളി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോവും. ഇന്റർവ്യൂ ഒക്കെ റിലീസ് ആയിട്ട് ഞാനും പോയി നോക്കാറുണ്ട്, പക്ഷെ ആരും അറിയാറില്ല. അങ്ങനെയില്ല. ഇവന്തോ നമുക്ക് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് പോകും. മാസ്ക് വെച്ച് പോയില്ലെങ്കിലും ആൾക്കാർക്ക് എന്നെ ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ ഞാൻ പർപ്പസ്ഫുള്ളി മാസ്ക് വെച്ചിട്ട് ഞാൻ പോവും. ആ ഒരു സിറ്റുവേഷനിൽ എനിക്കെന്നെ അറിയാം ചിലപ്പം ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയണം എന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു ക്രൗഡിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവാർഡ് വിന്നിങ് മൊമെന്റ്. എനിക്ക് തോന്നുന്നു ബംബ്ലിംഗ് ഇറങ്ങിയ സമയത്ത്, ബംബ്ലിംഗ് എന്റെ വൺ ഓഫ് മൈ, എനിക്ക് എന്റെ
ലൈഫിൽ ഏറ്റവും ഒരു ഒരു ബ്രേക്ക്. ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ബംബ്ലിംഗ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഈ പറഞ്ഞ മുതൽ വീണ്ടും ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോൾ എപ്പോഴും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ബീച്ച്. ബീച്ചിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബംബ്ലിംഗ് ഇറങ്ങിയ സമയത്ത് ഡെഫിനറ്റ്ലി എന്തായാലും പോകണം. കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ തിരിച്ചറിയണല്ലോ നോക്കാൻ വേണ്ടി ഞാൻ പോയി. എന്തായാലും എന്നെ പോയാ തിരിച്ചറിയാറില്ല. ബട്ട് അന്ന് ആ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുന്നു 2-3 പേര് വളരെ ചുരുക്കം ആൾക്കാരാണെങ്കിൽ കൂടി വന്ന് എന്നോട് ഇങ്ങനെ ബംബ്ലിംഗ് കണ്ടു, ആ ഭാഗ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഈവൻ ഞങ്ങൾ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും എനിക്ക് അറിയാം ചില കോളേജ് പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ എന്നെ മനസ്സിലാവണം എന്നില്ല. അപ്പൊ ഞാൻ ആദ്യമേ നാണം കെടാണ്ടൊക്കെ വേണ്ടി ഞാൻ പറയും നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ സമയം വരുന്നല്ലോ. പക്ഷെ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേര് ഇല്ലല്ല എനിക്കറിയാം ബംബ്ലിംഗ് കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു. ഓക്കെ സൂപ്പർ. സോ ഡയറക്ടേഴ്സ് കോൾ ഓർ ഇൻസ്റ്റിങ്ക്ട് ഒരു ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഡയറക്ടേഴ്സ് കോൾ മേ ബി അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ കൂൾ. സിറ്റി ലൈഫ് ഓർ ഹോം ടൗൺ? സിറ്റി ലൈഫ്. സിറ്റി ലൈഫ് ഇഷ്ടമാണ്. ഞാൻ കുറച്ചും കൂടെ ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. എനിക്ക് വീടിന്റെ അകത്തിരുന്ന് തന്നെ ബോറടിക്കും. ഞാൻ വേറെ കാര്യം ചോട്ടെ, എങ്ങനെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റുന്നത്? ക്യാമറ മുമ്പിലുള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ. മിക്കവാറും ഇന്റർവ്യൂവിന്റെ ഔട്ട് ഇറങ്ങുമ്പോഴേ ആൾക്കാർ പറയും ഒരു ഗസ്റ്റിനെ വിളിച്ച് മുന്നിൽ നിന്നിട്ട് ആങ്കർ എഴുതുന്ന വാക്കനെ അടിക്കുന്നു. എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോ സ്പെഷ്യൽ ഇതിപ്പോ എങ്ങനെ വീട്ടിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നും ഫുഡ് ഉണ്ടാവില്ല. കരുതിക്കൂടി, നമുക്ക് റീൽസ് ഒക്കെ ഇടാനുള്ള. ഓക്കെ പറഞ്ഞോ. ഓക്കെ സോ അവാർഡ്സ് ഓർ ഓഡിയൻസ് ലവ്? ഏറ്റവും ഇമ്പോർട്ടൻസ് ഫോർ ഷുവർ ഓഡിയൻസ് ലവ്. അവാർഡ് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്നാലും ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ ആണ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ്. അതാണ് ഫസ്റ്റ് അവാർഡ് എന്ന് പറയാം. അതെ ഉറപ്പായിട്ടും. ഓക്കെ കൂൾ. സ്ലോ സക്സസ് ഓർ ഓവർനൈറ്റ് സക്സസ്? ഇല്ല, സ്ലോ സക്സസ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മേ ബി ആ സ്ലോ സക്സസ് കുറച്ചുകൂടി സസ്റ്റെയിൻ ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നു. ഐ ഡോണ്ട് നോ ബട്ട് സ്ലോ സക്സസ്. അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴേ നമുക്ക് ഈ സമാധാനം അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്ഷമ, അതുണ്ടാവും. എന്റെ വിശ്വാസം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ഷമ ഉണ്ടാവും. നമുക്ക് ആ ക്ഷമ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ പറഞ്ഞോ 10th മുതൽ ഞാൻ ഓഡിഷൻ കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പം ഓൾമോസ്റ്റ് 10 years കഴിഞ്ഞു. ഞാൻ 2024 ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. ബട്ട് സംവെയർ എവിടെയോ നമുക്കൊരു സാധനം ഉണ്ടായിരുന്നില്ല, കിട്ടും ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ നാളെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ സംവെയർ സംഹൗ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ഷമ ഒബ്വിയസ്ലി ഉണ്ട്. നെവർ ഗീവ് അപ്പ്. അത് മന്ത്ര. ഈ പണ്ട് നമ്മൾ ചെറുപ്പത്തില് താങ്കൾ പറഞ്ഞു ഈ എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കും എന്നുള്ളത്. ഇപ്പൊ എങ്ങനെയാ? എന്ത് ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം, മാനിഫെസ്റ്റേഷൻ ഓർ പ്രയർ? മാനിഫെസ്റ്റേഷൻ ആണോ? ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അയ്യോ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇതല്ല, ഇന്റർവ്യൂ വൈൽഡ് സ്റ്റുഡന്റിന്റെ ഇന്റർവ്യൂ കൊടുക്കുന്നായിരുന്നു എന്റെ മാൻഡ്. അത് അലിൻഷയുടെ കൂടെ. അതെ 10 വർഷം മുന്നേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ടായിരുന്നു. ആണോ? പിന്നെ എന്താ അഭിനയിക്കേണ്ടിരുന്നെ? ആഗ്രഹമുണ്ട്. ആണോ? ആർക്കും പറയണ്ട, ഞാൻ കോണ്ടാക്ട് ബിൽഡിംഗ് നോക്കുന്നുണ്ട്. ആണല്ലേ? ഓക്കെ ശരി. സൈഡ് കൂടെ പോർട്ട്ഫോളിയോ കൊടുത്തല്ലേ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നമ്മളെ ബ്രാൻഡ് ആരും വരത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഉറപ്പായിട്ടും നമ്മൾ തന്നെ ബ്രാൻഡ് ചെയ്യണം. കണ്ടില്ലേ ഞാൻ ബ്രാൻഡ് ചെയ്യുന്നത്? അത് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ എവിടെ ക്യാപിറ്റലിൽ ഞാൻ അവിടെ കോൾ അടിക്കാറുണ്ട്. ഓക്കെ സോ ഒരു റീസെന്റ് കണ്ട ഒരു മലയാളം മൂവി ദാറ്റ് ട്രൂലി ഇംപ്രസ്ഡ് യു, എടുത്തു പറയണമെന്ന് തോന്നി ആൻഡ് യു ഫെൽറ്റ് പ്രൗഡ് ഓഫ്? എക്കോ. അമ്മ എന്തൊരു അടിപൊളിയാണ്. സന്ദീപിന്റെ പെർഫോമൻസ് ആണെങ്കിലും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോ ഇങ്ങനെ അതൊരു വേറെ ഞാൻ അങ്ങനെ ബുദ്ധിജീവി അല്ല, പക്ഷെ എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എന്റെ കൂടെ വന്നിരുന്ന എക്കോ കണ്ട ഒരാളുണ്ടല്ലോ, എന്റെ അടുത്ത് ചോദിച്ചു അവസാനം ചുമ്മാ അവരവിടെ പോയിട്ട് ഇങ്ങനെ ആകാൻ പുറത്തേക്ക് നോക്കി നിർത്തിയത് എന്താ, ക്ലൈമാക്സ് എന്താ, അപ്പൊ ആർക്ക് എന്താ സംഭവിച്ചത്? അങ്ങനെ മനസ്സിലാവാത്ത വളരെ ചുരുക്കം ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മേ ബി നോർമൽ ഒരു ഓഡിയൻസിന് മേ ബി അത് കണക്ട് ആവണം എന്നില്ല. ഇത് ഭയങ്കര കണക്ട് ആയി. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്റെ ഡാഡിക്കും അങ്ങനെ കുറച്ച് കണക്ഷൻ കിട്ടാത്ത പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായൊരു എഡിറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി, ഡയറക്ഷനും എല്ലാം. ഓക്കെ സൂപ്പർ. അത് യുവർ ഫേവറേറ്റ് മലയാളം ആക്ടർ, ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു. ഉറങ്ങി കിടക്കുക ശീതള്, പെട്ടെന്ന് വിളിച്ചിട്ട് ആരാണ് ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് പറയൂല നമ്മള്, ആലോചിക്കാണ്ട്. നിവിൻ പോളി. ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? നിവിൻ പോളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയും പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. എക്സ്ക്ലൂസീവ് ആയിട്ടാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ആ റീൽ എടുത്ത് കാണിച്ചു തരാം.
ഞാൻ കണ്ടു. എനിക്ക് നിവിൽ പോളിനെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനിക്ക് നിവിൽ പോളിയുടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പണ്ടെപ്പോഴും കൊടുത്തൊരു ഇന്റർവ്യൂ ആണോ? സ്റ്റാർട്ടിങ്ങില്. അതെ. നിവിൻ പോളി. അപ്പൊ നമുക്കായിട്ട് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ഉണ്ടോ? ഇല്ല, ഞാൻ ഞാൻ തുറന്നൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ നിവിൽ പോളി. ഓക്കെ, വൺ മലയാളം ആക്ട്രസ് യു അഡ്മയർ ദ മോസ്റ്റ്. നസ്രീൻ എനിക്കിഷ്ടമാണ്. മമിത ബൈജുൻ എനിക്കിഷ്ടമാണ്. ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈഫൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ് ആണ്. ഓക്കെ, മലയാളം ഫിലിം യു വിഷ് യു ഹാവ് ആക്ടഡ് ഇൻ. ഈ പടം എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ഇത് നമ്മള് എല്ലാരും, ഇത് ഞാൻ മിക്കവാറും എല്ലാവരും ചോദിക്കാനുള്ള ചോദ്യം. എല്ലാ പഴയ സിനിമകളുടെയും ഭാഗമാവാണെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറെ വർഷം മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ ഭയങ്കര നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാം. ഫോർ എക്സാമ്പിൾ, മിഥുനത്തിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ചേച്ചിന്റെ. പിന്നെ മൺചിത്രത്താഴിലെ ശോഭന മാമിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. തട്ടത്തി മരത്തിലെ ഐഷയുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഗേൾസ്, എല്ലാ ഗേൾസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിം ആയിരിക്കും ഓം ശാന്തി ഓശാന. അതിലെ നസ്രിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മള് കോമഡി ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണോ? ഞാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്താലും അതൊരു അറ്റ് ദി എൻഡ് ഓഡിയൻസ് കാണുമ്പോൾ ചിരിച്ചില്ലെങ്കിൽ ഭയങ്കര അതെ, എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കോമഡി ചെയ്യാനാണ്, കോമഡി പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര, പണ്ടത്തെ പോലെ അല്ല ഇപ്പം. ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടി ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര ഉള്ള ആൾക്കാരാണ്. അതെ, ഇപ്പം തലയിൽ മുട്ട വീണു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, കുറച്ചും കൂടി ആൾക്കാർ റിയലിസ്റ്റിക് ആയി മാറി. അപ്പൊ അതുകൊണ്ട് കോമഡി കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. Okay, fine. So which Malayalam director you would like to work with? I mean, ഒരു ഡ്രീം ഡയറക്ടർ ഒക്കെ അല്ലേ? മലയാളം വേണ്ട, നമുക്ക് മൊത്തത്തിൽ പിടിക്കാം. രാജമൗലി. ഞാൻ വിചാരിച്ചു മണിരത്നം. രാജമൗലി പുതിയ പടം അനൗൺസ് അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ്. അത് ഇപ്പഴല്ലോ, പുതിയ പടം. അതിന് അടുത്ത വർഷം റിലീസ് ആവുള്ളൂ. അത് അനൗൺസ് ചെയ്തിട്ട് 10-14 മാസമായി. ശരി, അല്ല പുതിയ പടം അതാണ്. ഓക്കെ, അടുത്തത്. സോ വെരി ഈസി ക്വസ്റ്റ്യൻ. മോഹൻലാൽ ഒരു മമ്മൂട്ടി, ഒരാളെ സെലക്ട് ചെയ്യണം. വെരി ഈസി ക്വസ്റ്റ്യൻ. ഒരാളെ സെലക്ട് ചെയ്യണം. എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ രീതിയിൽ ഓരോ ഇതുണ്ട്. ഇപ്പൊ റൊണാൾഡോ ആണോ മെസ്സി ആണോ ചോദിക്കുന്ന പോലെയാണ് ഇത്. മോഹൻലാൽ ഒരു മമ്മൂട്ടി. ഇഷ്ടം. പേഴ്സണലി രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ലാലേട്ടൻ ഫാൻ ഗേളാണ്. രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. ഒബ്വിയസ്ലി വീണ്ടും ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കാണുവാണെങ്കിൽ എനിക്ക് ദുൽഖർ സൽമാനെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ല വേറൊരു രീതിയിലാണെങ്കിൽ ഫഹദ് ഫാസിൽ. പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, നമ്മള് വേണം വെച്ചിട്ട് പ്രയോഗിക്കാത്ത. മനസ്സിലായില്ലേ? എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഓൾഡ് സ്കൂൾ മലയാളം സിനിമ ഓർ ന്യൂജൻ ഫിലിംസ്? ഓൾഡ് സ്കൂൾ മലയാളം സിനിമ. ഓക്കെ, വൺ മലയാളം പെർഫോമൻസ് ദാറ്റ് ഗേവ് യു ഗൂസ് ബംസ് റീസെന്റ്ലി. ഇപ്പൊ ഈ അടുത്ത് കണ്ട ഒരു മലയാളം ഏതെങ്കിലും ആയിക്കോട്ടെ, ആക്ടർ ഓർ ആക്ട്രസ്. ഒബ്വിയസ്ലി ഈ പ്രകമ്പനത്തിലെ സാഗറിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്റെ പടമായതുകൊണ്ട് പറയില്ല, പക്ഷെ സാഗർ ഭയങ്കരമായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരാളാണ്. പിന്നെ ഡെഫിനറ്റ്ലി ആ ഒരു ഗ്രാൻഡ് മാനറിസം ഒക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ചധികം പണിയെടുക്കണം. പിന്നെ സെറ്റിലാണെങ്കിലും നമ്മള് കളിച്ച് ചിരിച്ച് നടക്കും. സാഗറും അമീനും ഞാനും ഗണപതിയും ഒക്കെ ചിരിച്ച് നടക്കും. പക്ഷെ അവന്റെ സീൻ ആവുമ്പോഴേക്കും മാറിപ്പോയിരുന്ന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. സോ അതുകൊണ്ട് പേഴ്സണലി എനിക്ക് അറിയുന്നതുകൊണ്ട് സാഗറിന്റെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതിനകത്ത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുടെ അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ കൂടെ നിൽക്കുന്ന ഒരു, ഇടയ്ക്ക് പുള്ളിനെ കുറച്ച് ഡൗട്ടൊക്കെ അടിക്കുമെങ്കിലും ഫുള്ളായിട്ട് എന്താ പറയാ, ഒരു ത്രൂ ഔട്ട് കൂടെയുള്ള ഒരു വളരെ നല്ലൊരു ഗേൾഫ്രണ്ട് ആയിരുന്നു. റിയൽ ലൈഫിൽ താങ്കൾ എങ്ങനത്തെ ഗേൾഫ്രണ്ട് ആയിരിക്കും? എനിക്കതറിയാം. ഇത് മാട്രിമോണിയിൽ കുറിക്കുള്ളതാണോ? ഇല്ല. ചില ആൾക്കാർ കപ്പ ഉണ്ടാക്കും, എന്ത് പറഞ്ഞാലും ഇപ്പൊ താഴെ കുക്ക് ചെയ്യും. അതാണ്. ഞാൻ വളരെ ലോയൽ ആയിട്ടുള്ള, വളരെ ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ഒരു കാമുകിയായിരിക്കും. നോട്ട് എ ന്യൂജൻ ഗേൾഫ്രണ്ട്. നോട്ട് അറ്റ് ഓൾ ക്രിഞ്ച്. ഐ മീൻ ലവ് ഇസ് ഓൾവേസ് ക്രിഞ്ച്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടി എന്തിനാ ഒരു പക്ഷെ ഞാൻ മേ ബി നിങ്ങൾക്ക് ലെറ്റർ ഒക്കെ എഴുതി തരുമായിരിക്കും. മേ ബി ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതി തരുമായിരിക്കും ഗേൾഫ്രണ്ട് ആയി കഴിഞ്ഞാൽ. ഇത് കേട്ടിട്ട് അമ്മാവന്മാരൊക്കെ വരും. എന്റെ അപ്പം വരും ആദ്യം. അമ്മമാരല്ല, എന്റെ അപ്പനായിരിക്കും ആദ്യം വരാൻ പോകുന്നത്.